സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മളുടെ ഫാമിലി ആയിട്ട് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ പോവാണ്. സോ നമ്മൾ ഇവിടെ നിന്നും വന്ദേ ഭാരത് എന്നുള്ള ട്രെയിനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വൺസ് വി ഗോട്ട് ദ ട്രെയിൻ നമ്മൾ അതിനകത്ത് കയറിയിരുന്നു. അമ്മൂമ്മ നമ്മുടെ കൂടെ ഉണ്ട്. സോ അമ്മൂമ്മനെ നമുക്കിവിടെ കാണാം. അമ്മൂമ്മ സാധാരണ പത്രം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുല്ല് വില കൊടുക്കാത്ത ആൾ. ഭയങ്കരമായിട്ടുള്ള വായനയായിരുന്നു ഈ ഒരു വണ്ടിയിൽ കയറിയതിന് ശേഷം. ആറ്റിറ്റ്യൂഡിനാണെന്നുണ്ടെങ്കിൽ തീരെ കുറവുമില്ല. സോ അമ്മനെ കണ്ടതിന് ശേഷം പിന്നെ എല്ലാവർക്കും പത്രം വായിക്കണം. സോ എല്ലാവരും കൂടി ഇരുന്ന് വായിക്കുകയാണ്. എന്നാൽ പിന്നെ ഞാനും കുറയ്ക്കണം വിചാരിച്ചിട്ട് ഞാൻ വായിച്ച് നിർത്തിയിരിക്കുന്ന ഏതോ ബുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് വായിക്കാനും തുടങ്ങി. സോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഫ്രം കണ്ണൂർ ടു ട്രിവാൻഡ്രം. കുറച്ച് അസ്തറ്റിക് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അതിനുള്ള കഴിവെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവിടെ എനിക്ക് പറ്റിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. I'm still learning. അമ്മൂമ്മ ഹാപ്പിയാണ് കേട്ടാ. ആൻഡ് ദെൻ സുമി സ്വാഗിന് നമ്മൾ വെല്ലുന്ന രീതിയിലുള്ള ഭക്ഷണമായിരുന്നു നമ്മൾക്ക് ഈ പറയുന്ന വന്ദേ ഭാരതിൽ ഒന്നൊക്കെ പുറകെ ഒന്നായിട്ട് ഓരോരോ സാധനം തിന്നാൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ പഴംപൊരി കഴിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതൊന്നും നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു കൊടുത്താൽ ഇന്നും തിന്നുന്ന കാണാറില്ല. പക്ഷേ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തും കയറ്റും എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ കണ്ടത്. സോ നമ്മൾക്കിത് ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു ക്രീം ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബണ്ണും അതിന് 10 രൂപയുള്ള ബൺ, പിന്നെ ഒരു ജിഞ്ചർ ചായ്, പിന്നെ ഈ ഒരു ട്രെയിൽ മിക്സ് ഒരു ട്രെയിൽ മിക്സ് ആൻഡ് അതിന് ഓൾമോസ്റ്റ് 50 റുപ്പീസാണ് കേട്ടോ ഒരു ട്രെയിൽ മിക്സിന്. അതേപോലെ തന്നെ പീനട്ടിൻ്റെ ഒരു കവറും കൂടിയാണ്. അതിന് ഓൾമോസ്റ്റ് ഒരു 30 റുപ്പീസാണ്. ഈ പറയുന്ന ക്രീം ട്രീറ്റിന് 10 റുപ്പീസും ഈ ജിഞ്ചറിൻ്റെ സാധനത്തിന് ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 20 റുപ്പീസ്. ഇതാണ് നമ്മൾ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു സെറ്റ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അസ്തറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് ഈ പറയുന്ന തടാകം, ഈ പറയുന്ന ലേക്കും ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ കുറച്ച് നേരം പോയതിന് ശേഷം നമ്മൾ ഇവിടെ അറൈവ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രം അല്ല, ഇത് ഷൊർണൂർ ജംഗ്ഷനാണ്. സോ ഷൊർണൂർ ജംഗ്ഷന് ശേഷമാണ് നമ്മൾ ഒന്ന് സ്വിച്ച് ചെയ്തു പൊസിഷൻ. അതായത് അമ്മേനെ നമ്മൾ ഇങ്ങോട്ട് ഇരുത്തി, മൂമ്മേനെ അങ്ങോട്ടും വിട്ടു. സോ ഇതിന് ഒരുപാട് അച്ഛൻ്റെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടാണ് അമ്മേനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിനുശേഷം ഞങ്ങൾ ഒരു ഫിലിം വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് ചാവ. പക്ഷേ എങ്കിൽ നമുക്ക് അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അത് മാറ്റി വേറൊരു ഫിലിം കണ്ടു തുടങ്ങിയായിരുന്നു. ഒരു ആലിയ ഭട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആലിയ ഭട്ടിൻ്റെ ഒരു ഫിലിം. എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം, ഐ ആം സോറി. സോ അഗെയിൻ അസ്തറ്റിക്സ്. അപ്പോഴത്തേക്കും ഒരു സൂപ്പും വന്നു. സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് സൂപ്പാണെന്ന് പറഞ്ഞ് കഴിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും. അമ്മമ്മ അച്ഛൻ്റെ അടുത്തായതുകൊണ്ട് അമ്മമ്മയുടെ ആക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കംസ് ദ ഡിന്നർ. സോ ഡിന്നർ ആകുമ്പോഴത്തേക്കും അമ്മൂമ്മ വീണ്ടും എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് തണുക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഈസി നമുക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. സോ ഇതിനകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചപ്പാത്തി, ദാൽ കറി, സം കൈൻഡ് ഓഫ് കറി, പിന്നെ എന്തൊക്കെയോ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ വെജിറ്റബിൾ വേവിച്ച ഒരു സാധനം. അലോങ് വിത്ത് ദാറ്റ് ദർ വാസ് റൈസ് ഓൾസോ. ആൻഡ് അതിനുശേഷം നമുക്ക് ഒരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫൈനലി ട്രിവാൻഡ്രം ജംഗ്ഷനിലെത്തി. അമ്മൂമ്മേനെ ഇറക്കാണ്ട് ഒരുപാട് ലങ്കേജും കൂടി ഉള്ളതുകൊണ്ട് വി വർ നോട്ട് ഏബിൾ ടു ടേക്ക് വീഡിയോ ഫ്രം ദെയർ. പിന്നെ നമ്മൾ നേരെ വന്നിരിക്കുന്നത്, നമ്മൾ റൂം എടുത്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഫോർട്ട് മാനോർ എന്നുള്ള ഒരു ഹോട്ടലിലാണ്. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ റൂം. And you can see ഒരു മെയിൻ റൂം അലോങ് വിത്ത് ഇപ്പോഴത്തെ സൈഡിൽ ഒരു എക്സ്റ്റെൻഡബിൾ ആയിട്ടുള്ള ഒരു സോഫ കം ബെഡ് ഉണ്ട്. സോ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയ ഒക്കെ ഉണ്ട് വേർ യു ക്യാൻ സിറ്റ് ആൻഡ് സീ ദ സിറ്റി വ്യൂ. പക്ഷേ ഇപ്പം തന്നെയാണ് കാണുന്നത് ബിക്കോസ് അത് മിറർ എഫക്റ്റ് ആയിപ്പോയി ഇപ്പം രാത്രി ആകുമ്പോൾ. സോ ഇങ്ങനെ രണ്ട് പേർക്കൂടി ഇരുന്നിട്ട് ചിറ്റാട്ടൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലവും ഇവിടെയുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ ദിസ് ഇസ് എ ടോയ്ലറ്റ് ആൻഡ് സ്റ്റാഫ്. സോ ഒരു ബാത്ത് ടബും ഒക്കെ ഉണ്ട്. നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു അത്. ഓക്കെ. And then this is the
മെയിൻ ലിവിങ് ഏരിയ. ഇത് നമുക്ക് സോഫ കമ്പയർഡായിട്ട് യൂസ് ചെയ്യും. സോ ഞാനും മമ്മി ഇവിടെ കിടന്നു, അച്ഛനും അമ്മയും ഉള്ളിൽ കിടന്നു. ആൻഡ് ദിസ് ഇസ് എ വ്യൂ ഫ്രോം ദിസ് റിസോർട്ട്. നമുക്ക് നേരെ പവർ ഹൗസ് 1927 എന്ന് എഴുതിയിട്ടുള്ള ഒരു പവർ ഹൗസിൻ്റെ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആൻഡ് യു ക്യാൻ സീ പത്മനാഭസ്വാമി ടെമ്പിൾ ഫ്രം ഹിയർ. ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അന്ന് ദൂരെ ഒരു ലൈറ്റ്, കാണുന്ന ലൈറ്റ്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ഒരു ട്രയാങ്കിൾ അല്ല, അതുപോലത്തെ ഒരു സാധനം, അതാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. അതിൻ്റെ അടുത്ത് തന്നെയാണ് പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. ബേസിക്കലി പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്നത് അമ്മമ്മ കുറേ നാളായിട്ട് പറയുന്ന ആഗ്രഹമാണ് ഈ ഒരു അമ്പലത്തിൽ പോകണം എന്നുള്ളത്. സോ വി ആർ ഹിയർ. ഇനി നാളത്തെ നമ്മളുടെ അമ്പലം വിസിറ്റുമായിട്ടുള്ള വീഡിയോ നമുക്ക് നാളെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വി ആർ ന്യൂ ഇൻ ടു ദിസ് വ്ളോഗിങ്, ബട്ട് സ്റ്റിൽ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് അറിയാം. ബട്ട് സ്റ്റേ കണക്റ്റഡ്.